രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കിൽ കേരളം ഒന്നാമത്. കേരളത്തിലെ ശിശുമരണ നിരക്ക് 1008 കേന്ദ്രം. എ റഹീം എംപിയുടെ രാജ്യസഭയിലെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, കേരളത്തിൻ്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഒരു തൂവൽ കൂടിയെന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. എന്താണ് എ റഹീം എംപിക്ക് കേന്ദ്രമന്ത്രി നൽകിയ മറുപടിയിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ? തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ വിജയങ്ങളിൽ ഒരു പൊൻതൂവൽ കൂടി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ശിശു മരണനിരക്കിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്കുള്ളത് ഉള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിലാണ് കേരളം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഈ ശിശു മരണനിരക്കുമായി ബന്ധപ്പെട്ട രാജ്യസഭയിൽ എ റഹീം എം പി ഉന്നയിച്ച ചോദ്യത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും കേന്ദ്രമന്ത്രി സാവിത്രി താക്കൂറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും രാജ്യത്തെ ദേശീയ ശരാശരി ശിശുമരണ നിരക്കിൽ ദേശീയ ശരാശരി എന്ന് പറയുന്നത് 1032 കുട്ടികൾ എന്നുള്ളതാണ്. ഈ കണക്കിൽ കേരളത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ 1008 കുട്ടികൾ എന്നുള്ളത് മാത്രമാണ് കേരളത്തിലെ ശിശുമരണ നിരക്ക് വരുന്നത്. അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും വലിയ ശിശുമരണ നിരക്ക് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ള മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഒഡീഷ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ശിശുമരണ നിരക്ക് ഏറെ വർദ്ധിച്ചു വരികയാണ് എന്ന കാര്യവും ഇക്കാര്യം കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും BJP ഭരണത്തിലുള്ള മധ്യപ്രദേശിൽ 51 കുട്ടികളാണ് ശരാശരി ഒരു വർഷത്തിൽ കൊല്ലപ്പെടുന്നത്. അതേസമയം യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ ഉത്തർപ്രദേശിൽ 43, അതോടൊപ്പം രാജസ്ഥാനിൽ 40, ഒഡീഷയിൽ 41, ഇത്തരത്തിൽ വലിയ ഒരു മരണനിരക്കാണ് വിവിധ സംസ്ഥാനങ്ങളൊക്കെ തന്നെയും രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കുന്നത്. എന്തായാലും കാലങ്ങളായിട്ട് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. രാജ്യത്തെ ഏറ്റവും ശിശുമരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനമായി കേരളം ഒന്നാമതെത്തിയിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ ഇക്കാര്യം സമ്മതിക്കുന്നു. അതിൻ്റെ വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് പങ്കുവച്ചത്.